ഒരു സൊല്യൂഷൻ വേണം. ആ ഒരു സൊല്യൂഷനുമായിട്ട് വന്ന കമ്പനിയാണ് ജസ്പേഡ് ഇന്റർനാഷണൽ കമ്പനി. ആ ഒരു കമ്പനി ഇവിടെ വയനാട്ടിൽ സ്ഥലം വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, മണ്ണ് വന്ന് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ pH ലെവൽ എല്ലാം ടെസ്റ്റ് ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സ്ഥലത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അനൗൺസ്മെന്റ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് ഫാമിംഗ് എന്താണ്? ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ആ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നു. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ, പഠിക്കാത്തവർ വരില്ല. അതായത് ചന്ദനത്തെക്കുറിച്ച് ഇപ്പോൾ അറിയാം, ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. നിരന്തരം പത്രമാധ്യമങ്ങളിൽ ചന്ദനം കൃഷി ചെയ്യാമെന്നും 15 വർഷം കൊണ്ട് മുറിക്കാമെന്നും 20,000 രൂപയ്ക്ക് മുകളിൽ 1 കിലോയ്ക്ക് വില കിട്ടുന്നു. ഇന്നിപ്പോൾ വിലായത് ബുദ്ധ സിനിമ ഇറങ്ങിയപ്പോൾ കുറെ ആളുകൾക്ക് മനസ്സിലായി വിലായത് ബുദ്ധ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ടെന്നും അതിന് 1 കിലോയ്ക്ക് 50,000 രൂപ വരെ വിലയുണ്ടെന്നൊക്കെ ഇന്ന് ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു കൃഷി രീതി എ ക്ലാസ് ഫസ്റ്റ് ക്വാളിറ്റി സാൻഡൽവുഡ് ട്രീസിനെയാണ് പറയുക, അല്ലെങ്കിൽ ആ ഒരു കാതൽ സ്പീഷീസിനെയാണ് പറയുക. അപ്പൊ ആ ഒരു പറഞ്ഞ പോലെ സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്ററിനും 1150 മീറ്ററിനും ഇടയിലെ ഉയരം കൂടിയിട്ടുള്ള പ്രദേശങ്ങൾ ചെയ്യണം. നമ്മുടെ നാട്ടിലെ എറണാകുളത്ത് പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, തൃശ്ശൂർ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചെയ്താൽ നമുക്ക് ആ ഒരു ഔട്ട്പുട്ടോ ആ ഒരു കാതലോ നമുക്ക് കിട്ടുകയില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പൊ ഇവിടെ ഹോസ്റ്റ് പ്ലാന്റിന്റെ സഹായത്തോടുകൂടി കുറഞ്ഞ സമയത്തിനുള്ളിൽ 10 മുതൽ 15 വർഷം കൊണ്ട് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റേഷനുകളാണ് ഇന്ന് നമുക്ക് നേരത്തെ അനിസാർ പറഞ്ഞ പോലെ അർബൻ ഫാർമേഴ്സും തമിഴ്നാട്ടിലെ ദുരൈസ്വാമി, ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ തൊടുപുഴ ഭാഗത്ത് മുൻ ഫോറസ്റ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള KT തോമസ് സാറും ഇവരെല്ലാവരും കൃഷി ചെയ്തിട്ടുള്ള രീതി ഈ ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതേ കൃഷി രീതി IWST പറയപ്പെടുന്ന രീതിയിലുള്ള കൃഷി രീതി നമ്മളിവിടെ ആരംഭിച്ചപ്പോൾ ഇവിടെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത് സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം ചുറ്റിനും നമ്മളൊരു ചെറിയൊരു ഫെൻസിങ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ ഫെൻസിങ് മതി, കാരണം അത്രയും ഹൈറ്റും ആ കാതലും കാര്യങ്ങളൊന്നും ഫോം ചെയ്യാറില്ല. പക്ഷേ ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ മരത്തിൽ കാതൽ ഫോം ചെയ്യും. അന്ന് മുതൽ നമുക്ക് ഹൈ പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ചുറ്റും നമ്മൾ CCTV കണ്ടിട്ടുണ്ടാവും അല്ലേ, ചുറ്റുപാട് നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകൾക്ക് അപ്പോൾ തന്നെ CCTV ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഫോണിൽ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും, കേരളത്തിലെ ഏത് ജില്ലകളിൽ ഇരുന്നുകൊണ്ടും, കാരണം വയനാട് ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമല്ല കൃഷി, എല്ലാവർക്കും ഇന്നുകൊണ്ട് ചെയ്യാം. കാരണം അവരുടെ സ്ഥലത്ത് ഇത്രയും ഉയരം കൂടിയ പ്രദേശങ്ങളില്ലാത്തതുകൊണ്ട് കൂടുതൽ ലാഭം കിട്ടുന്ന, കുറഞ്ഞ സമയത്ത് കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു പ്രൊജക്റ്റായി കണ്ടുകൊണ്ട് അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്ത് വേണം, എന്നും ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കണം. CCTV ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ചുറ്റിനുമുള്ള ഫെൻസിങ്ങിനെ 20 അടി ഹൈറ്റിൽ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ഒരു പോസ്റ്റ് സ്ഥാപിച്ചായിട്ട് കാണാം. ആ ഒരു ഹൈറ്റിലാണ് ഇതിനെ ചുറ്റിനും ഇലക്ട്രിക് ഫെൻസിങ് ആയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഡോഗ് സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്, ഡോഗ് സെക്യൂരിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഡേ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്.